പ്രിയമുള്ളവരെ, വിനോദ് കൃഷ്ണ എഴുതിയ ബേപ്പൂർ കേസ് എന്നൊരു കഥ ബീച്ച് റോഡ് വായനശാലയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയാണ്. ഇക്ബാൽക്ക വളരെ മനോഹരമായി തന്നെ കഥയെക്കുറിച്ചുള്ള വിശകലനം നടത്തുകയുണ്ടായി. ആ കഥ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കഥ എന്ന നിലയിൽ, അതുപോലെ തന്നെ വിനോദ് കൃഷ്ണ തുടങ്ങി വെച്ച ഒരു എഴുത്ത് എന്ന് പറയുന്നത് നൈനമെമ്പരറ്റ എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ, ഒരു ഡോക്യു ഫിക്ഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു അന്വേഷണാത്മകമായ ജേർണലിസവും ഒപ്പം തന്നെ ഫിക്ഷനും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതപ്പെട്ട ഒരു കൃതി എന്ന നിലയിൽ നൈനമെമ്പരറ്റ വലിയ ചലനമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വിവിധ ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഒരു റിയൽ പൊളിറ്റിക്സ് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുക ചെയ്തു. അതിൽ നൈനമെമ്പരറ്റയുടെ ഒരു ട്രെയിനിനകത്തുള്ള ഒരു സീനുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമ്മളിലുള്ള ആണഹങ്കാര ബോധങ്ങളെ വലിയ രീതിയിൽ ഫ്രീസ് ചെയ്യപ്പെടുന്ന തരത്തിലാണ് അതിൻ്റെ നാരായണാമത്തെയും അതേപോലെ തന്നെ ഗോഡ്സെ, ഗാന്ധിജിയുടെ അസാസിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയുടെ ഒരു പശ്ചാത്തലം വിശദീകരിക്കുന്നുണ്ട്. അത് ആ ട്രെയിൻ യാത്ര ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തേക്ക് കൂടി നീണ്ടുപോകുന്നൊരു യാത്രയാണ്. നമ്മുടെ ഇതര ജനവിഭാഗങ്ങളോട്, അപരത്വത്തോട് എങ്ങനെയാണ് ഇവർ പ്രതികാരം കാത്തു സൂക്ഷിക്കുന്നതെന്ന്, ആ പ്രതികാര നടപടി എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്നൊക്കെ, അവരുടെ തോക്ക്, അതിന് പകരം പ്രവർത്തിക്കുന്ന അവരുടെ ശരീരത്തിൻ്റെ അവയവം, ലിംഗമാണ് തോക്കിന് തുല്യമായിട്ട് പ്രവർത്തിക്കുകയും ഭീകരമായ രീതിയിൽ നിറയൊഴിക്കുകയും വസ്ത്രധാരണം കൊണ്ട് അവരൊരു ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടതാണെന്നും ഉള്ളതുകൊണ്ട് മാത്രം മറ്റ് അവരെ ബന്ധിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഭൂതകാലവും ഇല്ലെങ്കിൽ പോലും വസ്ത്രധാരണം കൊണ്ട് അവരുടെ മതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് പ്രതികാര നടപടി പൂർത്തിയാക്കുകയും നമ്മുടെ ആണഹങ്കാര ബോധങ്ങളൊക്കെ ഇങ്ങനെ തകർത്ത് കളയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ റദ്ദ് ചെയ്യുന്നുണ്ട്, ഫ്രീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നൈനമെമ്പരറ്റ എന്നൊരു നോവലിൽ. അതിൻ്റെ തുടർച്ച എന്നോണാണ് ബാബരി മസ്ജിദിൻ്റെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെടുന്ന ഒരു, അല്ലെങ്കിൽ ഇന്നത്തെ അയോധ്യയുടെ ഒരവസ്ഥ, രാമൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഒരു കാലത്തെ 1992 ശേഷമുള്ള ഡിസംബർ 6 ശേഷമുള്ള ഒരു കാലം, വർത്തമാനകാലം കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കൃതി വളരെ കൃത്യമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ബേപ്പൂർ കേസ് എന്നൊരു കഥ നമ്മളുടെ ബേപ്പൂർ ഭാഗത്ത് നിർമ്മിക്കപ്പെടുന്ന പത്തേമാരിയുമായി ബന്ധപ്പെട്ട്, ആ പത്തേമാരിയിലാണ് നമ്മളുടെ നമ്മളുടെ ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയതെന്നും മതം മാറിയതെന്നും, അത്തരത്തിലുള്ളൊരു ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ അവരെ പേടിപ്പെടുത്തുന്നുണ്ട്. ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് മതം മാറിപ്പോവുക എന്ന് പറയുന്നത്, അത്തരത്തിലൊരു ചരിത്രം നമ്മുടെ ഭൂതകാലത്തിൻ്റെ മണ്ണടലുകളിൽ കിടക്കുന്നത് അവർക്ക് വലിയ തരത്തിൽ ക്ഷീണം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പലതരത്തിലുള്ള, ഒരർത്ഥത്തിലതൊരു മതേതരതയുടെയും സാഹോദര്യത്തിൻ്റെയും ചരിത്രമായിട്ട് നമ്മളത് ആഘോഷിക്കുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ അത്തരത്തിലൊരു ഭൂതകാലം അവരെ സംഭവിച്ചിടത്തോളം വിരൽ പിടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ഈ കഥയിൽ നമുക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വലിയ
ബോധ്യം നമുക്കുണ്ടാകണം. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് കേശവദാസൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ചെറുകഥ എഴുതുകയും ആ ചെറുകഥ പബ്ലിഷ് ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ മരണപ്പെടുകയും അതിനുശേഷം അയാളുടെ മകൻ ലെനിൻദാസൻ എന്ന് പറയുന്ന ആൾ കരകൗശല തേമാരിയുടെയൊക്കെ ഒരു മിനിയേച്ചർ രൂപങ്ങളുണ്ടാക്കി വിൽപ്പന നടത്തുകയൊക്കെ ചെയ്ത, അല്ലെങ്കിൽ കടലിൽ നിന്ന് ബേപ്പൂർ കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന കരകൗശല വസ്തുക്കൾ വിൽപ്പന ചെയ്യുകയും ചെയ്യുന്ന ലെനിൻദാസൻ അവരൊരു ഈ ഗലാസി കുടുംബവുമായിട്ടുള്ള അവരുടെ ബന്ധവും അവിടുത്തെ പെൺകുട്ടിയുമായിട്ടുള്ള ഇയാളുടെ അടുപ്പവും സ്നേഹവും ഒക്കെ, അല്ലെങ്കിൽ പള്ളി പൊളിച്ചതിന് ശേഷം എൻ്റെ കൂട്ടുകാരൻ്റെ മുഖത്ത് ഞാനെങ്ങനെ നോക്കുമെന്ന് ചോദിക്കുന്ന ഒരു കേശവദാസനെ നമുക്കറിയാം. അർമാൻ ഉപ്പയോട്, അർമാൻക്കായോട് എങ്ങനെ ഞാൻ അർമാൻക്കായുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന്, ഇത് മലയാളികൾ ഒരർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ചിരുന്നൊരു വലിയൊരു പ്രശ്നമാണ്. അന്ന് നമുക്ക് അത്തരത്തിൽ വലിയ രീതിയിൽ തോന്നുന്നില്ലെങ്കിലും ഇന്നത്തെ ഒരു വർത്തമാനകാലത്തിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ ഒരു കാലത്തെ നമ്മളെങ്ങനെയാണ് മറികടന്നു പോയത്, നമ്മളുടെ ഒരു മുസ്ലിം സുഹൃത്തിനോട് നമ്മൾക്കൊരു കുറ്റബോധമില്ലാതെ എങ്ങനെ ഇടപെടാൻ കഴിഞ്ഞു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വല്ലാത്തൊരു വേദനയും സങ്കടമൊക്കെ തോന്നുന്നു. അതിന് തിരുത്തിലൊക്കെ NS മാധവൻ്റെ തിരുത്തിൽ നമ്മുടെ ചുലിയാറ്റ് ചെന്ന് നടത്തുന്നൊരു തിരുത്തുണ്ട്, അല്ലെങ്കിൽ അവളെ സുഹറയെ ചേർത്ത് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ പരാമർശങ്ങൾ കാണുമ്പോൾ നമ്മളെത്ര പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഒരു അന്വേഷണം നമ്മളിപ്പോൾ നടത്തേണ്ടതുണ്ടെന്നുള്ളത്. അതിനുശേഷമാണ് കേരളത്തിൽ വലിയ തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. കേരളത്തിൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലാകമാനമുണ്ട്, കേരളത്തിലും അത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായത് ആ കാലഘട്ടത്തിലാണെന്നുള്ള ഓർമ്മപ്പെടൽ നമുക്കുണ്ടാകണം. ഈ ലെനിൻദാസിനെ അന്വേഷിച്ചുകൊണ്ട് ഒരു സംഘം വരികയും ഒരു ഗവൺമെൻറ് ഭരണകൂടം ഏർപ്പെടുത്തുന്ന ചില ആളുകൾ വന്നെത്തിച്ചേരുകയും ഈ ഒരു ചരിത്രത്തെ പെരുമാളിൻ്റെ യാത്ര, മക്കയിലേക്കുള്ള യാത്ര ഇല്ലാത്തതാണെന്നും പടച്ചുണ്ടാക്കപ്പെട്ടതാണെന്നും കഥയിൽ ഈ കേശവദാസിൻ്റെ കഥാപാത്രങ്ങളെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യെഴുത്ത് പ്രതി തേടി വരുന്ന ഒരു സംഘവും ഇവരുടെ കടയെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുകയും വലിയ രീതിയിൽ ക്രൂരമായിട്ട് ഇവർ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ നബീസയെയും അതുപോലെ തന്നെ ലെനിൻദാസിനെയും ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണം ഒരർത്ഥത്തിൽ ഈ സംഘപരിവാറിൻ്റെ സ്ഥിരം നമ്മൾ കാണുന്ന ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ, ഇവർ നടത്തുന്ന സർവേകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ കഥ കാണിച്ചു തരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവർ അന്വേഷിക്കുന്നത് എങ്ങനെയാണെന്ന്. നിൻ്റെ വീട് അയൽവക്കത്തുള്ളത് ആരാണ്? ഗലാസി കുടുംബമാണ്. അയൽവക്കത്തുള്ള ഗലാസി കുടുംബത്തിൽ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് എത്ര മക്കളുണ്ട്? നിനക്കൊരു മകൻ. നിൻ്റെ ഗലാസി കുടുംബമായിട്ടുള്ള അർമാൻക്കാരുടെ കുടുംബത്തിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ 8 മക്കളുണ്ടോ എന്ന് 6 മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ നടത്തുന്നൊരു നിഗമനമുണ്ട്, അതന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന നിഗമനം. നിങ്ങളപ്പോൾ ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ഇസ്ലാം മതം സ്വീകരിച്ച മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്ന് അപ്പം തന്നെ വിധി എഴുതുകയാണ്. നിങ്ങളൊരു മുസ്ലിം ഭൂരിപക്ഷം താമസിക്കുന്ന ഇടത്താണ് നിങ്ങൾ താമസിക്കുന്നതെന്ന്. അതായത് അയൽവക്കത്തൊരു മുസ്ലിം കുടുംബത്തിൽ 6 മക്കളും നമ്മളുടെ ഒരു ലെനിൻദാസിൻ്റെ കുടുംബത്തിൽ ഒരു കുട്ടിയുമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവരെടുത്തുന്നൊരു നിഗമനം. ഇതാണ് നമ്മളെ കേരളത്തിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന് വലിയ തരത്തിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയും അതൊരു ഭീകരപ്രവർത്തനമായി മാറുകയും ചെയ്യുക. മറ്റിടങ്ങളിൽ അതൊരു സംഭവിക്കുന്ന മറ്റ് മതവിഭാഗങ്ങൾക്കിടയിൽ അവർക്കിടയിൽ നിന്നൊരാൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടും. അതൊരു മാനസിക രോഗത്തിൻ്റെയോ ഒക്കെ ആയിട്ടുള്ള ആനുകൂല്യങ്ങളിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത്, ഇത് വളരെ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്താനാണ് നമ്മളുടെ വിനോദ് കൃഷ്ണ ആ ഭാഗം, ഈ കഥയുടെ ഏറ്റവും കാതലായിട്ടുള്ളൊരു ഭാഗമാണത്.
കോടതിയിൽ ഓരോ കഥാപാത്രങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും കോടതിയിൽ ഒരർത്ഥത്തിലും ആ കഥാപാത്രങ്ങളിൽ നിന്ന് ഇവർക്ക് അനുകൂലമായി ഒന്നും കണ്ടെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുകയും ഒടുവിൽ ഈ സംഭവം നടന്നതല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ഈ ഇങ്ങനൊരു പ്രദേശത്ത് മരങ്ങൾ കിട്ടാനില്ല. നിലമ്പൂർ കാടുകളിൽ തേക്കുകളും അയിനികളും ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പത്തേമാരികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു മരങ്ങൾ ഇവിടെ ലഭ്യമല്ല എന്ന് വരുത്തി തീർക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ പത്തേമാരികൾ നിർമ്മിക്കുക അസാധ്യമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു. ആ പത്തേമാരിയിൽ യാത്ര ചെയ്യുന്നത് അസാധ്യമാണെന്ന്, അത്തരത്തിൽ കടലുകൾ താണ്ടുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമാണെന്ന് വരുത്തി തീർക്കുകയും ഇങ്ങനെ ചേരമാൻ പെരുമാൾ ഇവിടെ നിന്ന് പോയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ സലാല എന്നൊരു പ്രദേശത്തെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഗൾഫ് രാഷ്ട്രത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ സലാലയിൽ നമ്മളുടെ ചേരമാൻ പെരുമാളിൻ്റെ ശവകുടീരം ഉണ്ടെന്നും അതുപോലെ തന്നെ സലാലയെ കേരളത്തെ പോലെ തന്നെ കേരളത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമം അവിടെ നടക്കപ്പെട്ടിട്ടുണ്ടെന്നും തെങ്ങുകളുണ്ടെന്നും അവിടെ കേരളത്തിൻ്റെ ഒരു സമാന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നും പറയാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്. ഈ ചേരമാൻ പെരുമാൾ പറയുന്നുണ്ട്, കഥാപാത്രമായി വന്നുകൊണ്ട് കോടതിയിൽ വാദിക്കുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഇതൊന്നും തെളിവുകളല്ലാതായി മാറുകയും ഇതൊക്കെ കള്ളക്കഥകളും കഥകളുടെ വർത്തമാനങ്ങളാണെന്നും ഭാവനയാണെന്നും ക്രൂരമായിട്ടുള്ള ഭാവനകളാണെന്നൊക്കെയുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് അവരുടെ ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് കോടതിയിലെ മറ്റു ഉപാധികൾ ഉപയോഗിച്ചുകൊണ്ട് അവർ തെളിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. കോടതിയുടെ നടുത്തളത്തിലേക്ക് ഇയാൾ ചേരമാൻ പെരുമാൾ നഗ്നയായിട്ട് ചാടിയിറങ്ങുകയും തൻ്റെ നഗ്നത എന്ന് പറയുന്നത് ഒരു ഇസ്ലാം ന്യൂനപക്ഷത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സുന്നത്ത് പോലും ഒരു തരത്തിൽ ഒരു സമരമാർഗമാകുന്നു. തൻ്റെ ശരീരത്തിലെ സുന്നത്ത് നടത്തപ്പെട്ട ഒരു അടയാളം, ആ അടയാളം ഒരു തെളിവായിട്ട് സമൂഹത്തിലേക്ക് തുറന്നു കാട്ടുന്നതാണ് ഈ കഥയുടെ അവസാനം. അവിടെയാണ് ഒരു നിരന്തരം മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന രാജ്യദ്രോഹവും മറ്റ് തരത്തിലുള്ള വേട്ടയാടലുകൾക്കെതിരെയുള്ള തുറന്നു പറച്ചിൽ, ഞാനും ഒരു ഇസ്ലാമാണ് എന്ന് ഐക്യപ്പെടുക എന്നതിന് പകരം ഞാനും ഒരു ഇസ്ലാമാണെന്ന് തുറന്നു പറയേണ്ട ഒരു കാലത്തെക്കുറിച്ചാണ് വിനോദ് കൃഷ്ണ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റപ്പെട്ട പെരുമാളിൻ്റെ രൂപത്തിൽ ഒരർത്ഥത്തിൽ ഈ വരും കാലം ആവശ്യപ്പെടുന്നത് എന്താണെന്നും നിങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ ഞാനുമൊരു മുസ്ലിം ന്യൂനപക്ഷമാണെന്ന് ഇസ്ലാമാണെന്ന് തുറന്ന് സമ്മതിക്കുക എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ തുറന്നു പറയുക തന്നെയാണ് ഈ കാലഘട്ടത്തെ അവർക്കെതിരെയുള്ള സമരം എന്ന് ഈ കഥ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഭൂതകാലങ്ങളെ മായ്ച്ചു കളയാൻ നടത്തുന്ന ശ്രമങ്ങൾ അവർക്കനുകൂലമല്ലാത്തതിനൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും അവർക്കനുകൂലമല്ലാത്തതിനൊക്കെ തന്നെ നുണക്കഥകൾ കൊണ്ട് മാറ്റി തീർക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ചരിത്രത്തിലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ, ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ വീണ്ടെടുത്ത് അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുക, അവർക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുക എന്നത് തന്നെയാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സമരമാർഗമെന്ന്